ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമ്മളുടെ സനാതന സംസ്കാരം എന്നുള്ളത് ഒരിക്കലും നശിപ്പിച്ചാലും നശിക്കാത്തതാണ്. അതാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നശിച്ചാലും നശിക്കാത്ത സംസ്കാരം, അതാണ് നമ്മളുടെ സംസ്കാരം. ഒരിക്കലും സനാതന സംസ്കാരത്തിന് ഒരിക്കലും ഒരു നാശം സംഭവിക്കില്ല എന്നാണ്. അതിനനുസരിച്ചുള്ള നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ വരാതിരിക്കില്ല. ഇപ്പോൾ നമ്മൾ നദികളെയും പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഈശ്വരനായിട്ട് നമ്മളുടെ ഭാരത സംസ്കാരത്തിൽ ആരാധിക്കുന്നു. നദി ദേവിയാണ്, വൃക്ഷങ്ങൾ ഈശ്വരനാണ്. ഈശ്വരൻ്റെ ഭാവത്തോടുകൂടെ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ വിഭൂതി യോഗം പറയുന്ന സമയത്ത് പറയുന്നു, ഓരോ വസ്തുക്കളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഭഗവാൻ പറയുന്നു, ഉദ്ധവനോട് പറയുന്നു, അശ്വത്ഥ സർവവൃക്ഷാണാം, സർവവൃക്ഷങ്ങളിലും വെച്ചിട്ട് അശ്വത്ഥം ആൽവൃക്ഷം ഞാനാണ്, എൻ്റെ പ്രഭാവമാണ് ആൽവൃക്ഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഈ ആൽവൃക്ഷം ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൽവൃക്ഷത്തിനെ പോലെ ഈ പ്രകൃതിയെ ശുദ്ധീകരിക്കാൻ അത്രയും പവറുള്ള മറ്റൊരു വൃക്ഷമില്ല എന്നാണ് പറയണത്. അത് എത്രയോ കിലോമീറ്ററുകളായിട്ട് പടർന്ന് കിടക്കുന്ന അവസ്ഥ. ഇപ്പോൾ അന്തരീക്ഷത്തിന് എത്രയും ശുദ്ധീകരിക്കാൻ മറ്റൊരു വൃക്ഷമില്ല എന്നാണ്. പിന്നെ ഓരോ വസ്തുക്കളിലും സാത്വികം, രാജസം, താമസം എന്നുള്ള ഗുണങ്ങൾ കലർന്നിട്ടുണ്ട്. സാത്വികമായിട്ടുള്ള പ്രഭാവം ഉൾക്കൊള്ളുന്ന വൃക്ഷം എന്നുള്ളത് കൊണ്ട് ആൾവൃക്ഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വൃക്ഷങ്ങളിൽ വെച്ചിട്ട് ബ്രാഹ്മണൻ്റെ ആ സംസ്കാരം ഉൾക്കൊള്ളുന്നു ആൾവൃക്ഷം എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ നേരെ മുന്നിൽ, അതായത് മഞ്ജുളാൽ എന്ന് പറയുന്നത്, അത് ഗുരുവായൂരപ്പനായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടി അതിന് പ്രാധാന്യം വർദ്ധിക്കുന്നു. അതാണ് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മന എന്ന് ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ സുദാമാവിൻ്റെ കഥ പറയുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിയോടുകൂടി എന്ത് സമർപ്പിച്ചാലും എന്ന് പറയുന്നുണ്ട് അവിടെ. സാക്ഷാൽ ഭക്തകവി പൂന്താനം ഗുരുവായൂരപ്പനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മഞ്ജുള എന്നുള്ള ആ പെൺകുട്ടി എന്നും ഭഗവാന് മാലയായിട്ട് വരും. ഇന്ന് മാല കൊണ്ടുവന്ന സമയത്ത് ആ മാല ഇവിടെ ചാർത്തേണ്ട സമയം കഴിഞ്ഞു പോയി എന്നാണ്. അപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നിയ പെൺകുട്ടിക്ക് എന്ത് വേണമെന്നറിയാതെ ചോദിച്ചു. പൂന്താനത്തിനോട് ചോദിക്കുന്നു. കാരണം പൂന്താനത്തിന് എങ്ങും ഭഗവാനെ കാണാൻ സാധിക്കും. തൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ദുഃഖത്തിലാണ് പൂന്താനം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങൾ തുടർന്നുള്ള തിങ്കൾ ഭജനം എന്നാ പറയുക. ഓരോ മാസത്തിലും ആ സഹിക്കാത്ത ദുഃഖത്തോടുകൂടെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ ശ്രീകോവിലിൽ നിൽക്കുന്ന ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ചൈതന്യം സ്വയം അനുഭവപ്പെട്ടത്. 1-2 ദിവസം കൊണ്ടൊന്നും അത് അനുഭവപ്പെടില്ല. എത്രയോ കാലങ്ങൾ അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് നാരായണീയത്തിൽ പറയുന്നു. പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാൽ ഗുരു പവനപുരേ ഹന്തഭാഗ്യം ജനാനാം എന്ന് ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ പൂന്താനത്തിന് ആ ഭഗവാൻ ഹൃദയത്തിലേക്ക് സ്വയം അനുഭവപ്പെട്ടു. അതാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ
മക്കളായി എന്ന് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പാടാൻ സാധിച്ചത്. അപ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ ലാളിച്ചു കൊണ്ടിരിക്കുന്ന പൂന്താനത്തിൻ്റെ മുമ്പിൽ ഈ പെൺകുട്ടി മഞ്ജുള എത്തിച്ചേർന്നു. ചോദിച്ചു, എന്താണ് ഈ ഭഗവാനെ എൻ്റെ മാല സ്വീകരിക്കുന്നില്ല, വല്ലാത്ത ദുഃഖം തോന്നുന്നു, എനിക്ക് നട അടച്ചു കഴിഞ്ഞു, എന്ത് ചെയ്യണം എന്നാണ്. ഭഗവാന് ഹൃദയത്തിൽ അനുഭവപ്പെട്ട ഭക്തനാണ് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. ആ ആൽവൃക്ഷത്തിൽ അവിടെ ആൽത്തറയിൽ കൊണ്ടുപോയിട്ട് ചാർത്തിക്കൊള്ളൂ, ഗുരുവായൂരപ്പൻ സ്വീകരിക്കും എന്ന് പറയുകയാണ്. നമ്രാണാം സന്നിധത്തെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ആരാണോ നമസ്കരിക്കുന്നത് ഭക്തിയോടുകൂടെ അവിടെ ഭഗവാൻ അവരുടെ മുമ്പിൽ സന്നിധത്തെ എന്നാണ് പറയണത്. ആ നിമിഷം ഭഗവാൻ പ്രത്യക്ഷമായി തീരും ഭക്തിയോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ എന്നാണ്. അത് കാണാനുള്ള കണ്ണുകൾ, മനസ്സിൻ്റെ ഒരു പരിശുദ്ധത നമ്മൾക്കുണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ ആ മഞ്ജുള ഭക്തിയോടുകൂടെ ആ വൃക്ഷത്തിൻ്റെ അവിടെ ആൽത്തറയിൽ ആ മാല ചാർത്തി തൻ്റെ ഭഗവാന്റെ നടക്കിൽ വെക്കുന്നത് പോലെ ആണ് ഈ മഞ്ജുളയ്ക്ക് തോന്നിയത് എന്നാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചു. പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ നിന്നും മാല, അത് അനുഭവമുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ നിന്നും മാല എടുത്ത്, എത്ര മാല എടുത്ത് മാറ്റിയിട്ടും വീണ്ടും ഒരു മാല ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നു. ഇങ്ങനെ അന്വേഷിച്ച് വന്ന സമയത്ത് പൂന്താനം പറയുന്നു, ആ മഞ്ജുളാൽ തറയിലുള്ള ആ മാല എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ നിർമാല്യത്തിനുള്ള ഭഗവാന്റെ കഴുത്തിലുള്ള മാല എടുത്തു മാറ്റാൻ സാധിക്കുമെന്നത് പറഞ്ഞതുപോലെ ഇവിടെ സംഭവിച്ചു എന്നാണ്. അന്ന് മുതൽ മഞ്ജുളാൽ വളരെയധികം പ്രാധാന്യമാണ്. അവിടെയുള്ള ഗരുഡൻ, ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ, പിന്നെ ആ മഞ്ജുളാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. മഞ്ജുളാൽ പ്രസിദ്ധമായ എവിടെയും അതിനെക്കുറിച്ചിട്ടുള്ള പ്രശസ്തി ഉണ്ട് എന്നാണ്. ഈ മഞ്ജുളാൽ, ഈ ആല് അത് കുറേശ്ശെ അത് ശോഷിച്ചു തുടങ്ങി, കൊമ്പ് ഒടിഞ്ഞു തുടങ്ങി. ഈ വൃക്ഷം ആയിരക്കണക്കിന് വർഷം ജീവിക്കും ഒരു വൃക്ഷം, ആൽവൃക്ഷം എന്നാണ് പറയുന്നത്. ഈ വൃക്ഷം കുറേശ്ശെ അത് കേടുവന്നു തുടങ്ങി, ഒരു കൊമ്പ് ഒടിഞ്ഞു തുടങ്ങി, അടിയിൽ കൂടെ അതിന് പൊത്ത് വന്നു തുടങ്ങി. ഇനി അധിക കാലം ഈ വൃക്ഷം ഇരിക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ആ സമയത്താണ് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഭക്തന്മാർ പ്രവർത്തിക്കുക എന്നാണ്. അതിനനുസരിച്ചിട്ടാണ് കുന്നത്തുള്ളി ആ വീട്ടുകാർ, ആ കുടുംബക്കാർ, അവർ ഭഗവാന് സമർപ്പണം നടത്തി എന്നാണ്. കാരണം ആ മഞ്ജുളാലിൻ്റെ ആ ആൽത്തറ അതൊക്കെ വളരെയധികം നവീകരിച്ച് വിശേഷപ്പെട്ട ഒരു ആൽവൃക്ഷം അവിടെ സ്ഥാപിക്കുക എന്നുള്ള കർമ്മം, അത് ഇന്നലെ വിശേഷപ്പെട്ട പൂജയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട തന്ത്രി ആയിട്ടുള്ള ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് അവറുകൾ ഗംഭീരമായിട്ടുള്ള പൂജകളോട് കൂടെ അതിന് തുടക്കം കുറിച്ചു. അതിന് സാക്ഷ്യം വഹിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി എന്നാണ്. എങ്ങനെയാണോ ഒരു ദ്വിജനെ സംസ്കരിക്കുന്നത്, ദ്വിജൻ്റെ സംസ്കാരം, ഷോഡശ സംസ്കാരം, അതിനനുസരിച്ച് ആൽവൃക്ഷത്തിന് അതേ നിലയ്ക്കുള്ള സംസ്കാരങ്ങൾ വേണം എന്നാണ്. ജാതകർമ്മം മുതലുള്ള ഉപനയനം, സമാവർത്തനം, വിവാഹത്തിൻ്റെ സമയത്ത് വേപ്പിനോട് ഒന്നിച്ച് ചേർത്ത വിവാഹം കഴിയും. 2 വൃക്ഷങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ആ പരിശുദ്ധമായിട്ടുള്ള ചടങ്ങുകളാണ് ഇതൊക്കെ എന്നാണ്. അപ്പോൾ ആ വൃക്ഷം വീണ് കഴിഞ്ഞാലോ അതിനെ പരിചയമുള്ളവർ, അതിനെ അറിവുള്ളവർ പറയുന്നു, ഒരു ആൽവൃക്ഷം വീണ് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അതിനെ മുറിച്ച് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാൻ, ഉപേക്ഷിക്കാൻ പാടില്ല. എങ്ങനെയാണോ ഒരു ബ്രാഹ്മണൻ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെത തീർക്കുന്നത്, മന്ത്രപൂർവം അതിനെ ആ അഗ്നിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ദഹിപ്പിക്കുന്നത്, അതേപോലെ വേണം ഈ കർമ്മങ്ങൾ ചെയ്യാൻ എന്നതാണ്. അപ്പോൾ പുതിയ ഈ വൃക്ഷം വളർന്ന് വരുന്നതോടുകൂടി ആ ആൽവൃക്ഷത്തിനെ സ്ഥാപിക്കൽ ഇന്നലെ ആ ചടങ്ങ് കഴിഞ്ഞു. ഇന്ന് ആ ഗരുഡനെ, അതിന് മനോഹരമായിട്ട് ആ ഗരുഡനെ പുനർനിർമ്മാണം ചെയ്ത് സമർപ്പിക്കുന്ന ചടങ്ങുകളും ഇന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞു. ആ പൂജകൾക്കൊക്കെ പങ്കെടുക്കാൻ മഹാഭാഗ്യം ഉണ്ടായി. ആ ഭാഗ്യം ഞാൻ നിങ്ങളുടെ മനസ്സിൽ ആ പൂജകളും അതിനനുസരിച്ച് ആ അന്തരീക്ഷവും ഒക്കെ ഒന്ന് മനസ്സിൽ നിങ്ങൾ കാണുക. അതായത് ആ അൽത്തറയിൽ അവിടെ നേരിട്ടവിടെ കാണാനും
അവിടെ സാന്നിധ്യം ചെയ്യാനുള്ള മഹാഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നു. ആ ഒരു ഭാഗ്യം ഞാൻ ഇത് കാണുന്ന എല്ലാവർക്കും പങ്കുവെക്കുകയാണ്. ഇപ്പോൾ കുംഭമേളയിൽ ആരാണോ അവർക്ക് പോവാൻ മിക്കവാറും ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ രാജ്യത്തിലുള്ള ഇത്രയും ഈ കോടിക്കണക്കിൽ ആളുകൾ എല്ലാവർക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു പകുതിയോളം പേർ 66 കോടി ആളുകൾക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. അതും കുറേ വിദേശികളായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ഒരു പ്രയാഗ്രാജിലെ തീർത്ഥം, ത്രിവേണി സംഗമത്തിലെ തീർത്ഥം അവരവരുടെ ഗൃഹത്തിൻ്റെ വീടുകളുടെ മുന്നിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വരുന്നു. ഇതേപോലെ തന്നെ ഈ വിശേഷപ്പെട്ട ഈ ഒരു കർമ്മത്തിൻ്റെ പുണ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കുകയാണ്. ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാണുന്ന ഓരോരുത്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ ആൽവൃക്ഷത്തിലാണ്, അതായത് ത്രിമൂർത്തികളുടെ പൂർണ്ണതയാണ് ആൽവൃക്ഷത്തിൽ കാണുന്നത്. മൂലതോ ബ്രഹ്മരൂപായ, മധ്യത ശിവരൂപിണി, അഗ്രതോ വിഷ്ണുരൂപായ ത്രിമൂർത്തികളെ സങ്കല്പിച്ചു കൊണ്ട് വേണം ഈ ആലിന് പ്രദക്ഷിണം വയ്ക്കാൻ. ആൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ച് ഈ ആലിൽ സാന്നിധ്യം ചെയ്യുന്നു എന്നതാണ്. ഈ ആലിലയിലാണ് മാർക്കണ്ഡേയൻ, ഇങ്ങനെയുള്ള ഒരാലിലയിലാണ് ഭഗവാന്റെ രൂപം മാർക്കണ്ഡേയൻ കണ്ടത്. എങ്ങനെയാണ് കണ്ടത്? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന്തവിഹീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഇത് കാണുന്ന ഈ ആൽവൃക്ഷം വളർന്നു വരുന്നതോടു കൂടിയിട്ട് ആ ഓരോ ആലിലയിലും നമ്മൾക്ക് ഉണ്ണികൃഷ്ണൻ്റെ, അതായത് കരാരവിന്ദേന പദാരവിന്ദം, ഭഗവാന്റെ കൈകൾ താമരപ്പൂ പോലെ മൃദുല മനോഹരമാണ്. പിന്നെ മുഖം താമരപ്പൂ പോലെ മനോഹരമാണ് ഭഗവാന്റെ മുഖം എന്നാണ്. പിന്നെ കാലുകളുടെ ഭംഗിയോ, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാദത്തിലെ ഓരോ നഖങ്ങളും ചന്ദ്രൻ്റെ ശോഭ ഉൾക്കൊള്ളുന്നു എന്നാണ്. ഭഗവാന്റെ കുഞ്ഞി കൈകളിൽ ഭഗവാൻ വളകൾ ധരിച്ചിട്ടുണ്ട്, മോതിരങ്ങൾ ധരിച്ചിട്ടുണ്ട്. പിന്നെ ആ ഭഗവാന്റെ കുഞ്ഞ് വിരലുകളിൽ നിന്നും ഒരു ചന്ദ്രൻ്റെ ശോഭ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഭഗവാൻ തൻ്റെ ആ കുഞ്ഞു വിരൽ കിടന്നുകൊണ്ട് ആ കാലിൻ്റെ പെരുവിരൽ നുകർന്നുകൊണ്ട് കിടക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് മാർക്കണ്ഡേയ മഹർഷി പ്രളയജലത്തിൽ കണ്ടത്. ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളുടെ പ്രളയത്തിൽ നമ്മൾക്ക് കണ്ടതായിട്ടുള്ളത് എന്താണ്? ഈ ആലിലയിൽ ശയിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ രൂപം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. അതായത് ഈ ലോകം മുഴുവൻ തന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് ആലിലയിൽ ശയിക്കുന്ന ഉണ്ണിയുടെ രൂപം ഓരോ ആലിലയിലും കാണാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.